സുനിശ്ചിതമാണ്, വിജയം സുനിശ്ചിതമാണ്. ഇനിയും കരുത്തുറ്റ പോരാട്ടമായി മോഹൻ കുന്നുമ്മലോടും സിസാദ് തോമസിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. കേരളത്തിലെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെയാണ് ആവശ്യം. അല്ലാതെ സംഘപരിവാറിന്റെ RSSന്റെ ശാഖകളിൽ നിറങ്ങി നടക്കുന്ന ചാൻസലർമാരെയോ വൈസ് ചാൻസലർമാരെയോ ഞങ്ങൾക്ക് ആവശ്യമില്ല. രാജ്യത്തിന് തന്റെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഏതൊക്കെ RSSകാരനും ഏതൊക്കെ ഇനി മോഹൻ ഭഗവത് വൈസ് ചാൻസലറോ ഗവർണറോ ആയി കേരളത്തിൽ നേരിട്ട് വന്നാലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. സമരസഖാക്കളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. We shall fight, we shall win. RB സനൂപിലേക്ക് പോവുകയാണ്. സനൂപ്, സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം രാജ്ഭവൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് രാജ്ഭവനിൽ മുന്നിൽ SFI നടത്തിയത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഏത് VD സതീശൻ? ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്നാണ് ഞങ്ങളെ വിളിച്ചത്. ഗുണ്ടകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. ബ്ലഡി റാസ്കൽസ് എന്നയാൾ വിളിച്ചു. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട VD സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ yes, we are ഗുണ്ടകൾ. ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല എന്ന് ഈ കേരളത്തിലെ ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത്, ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? We need chancellor, not Savarkar എന്നൊരു മുദ്രാവാക്യം. SFIയുടെ സമരം ഇപ്പോഴും തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.